സെൽവിയാണ് മൂവിയുടെ തുടക്കത്തിലേ കാണിക്കുന്നത്. അവൾ എന്തോ വലിയൊരു ടെൻഷനിലായിരുന്നു. അവളുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് മക്കളുടെ കോളുകൾ വരുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ കേരള സാർ എന്ന് സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നുകൊണ്ട് എത്രയും വേഗം തനിക്കൊരു ജോലി അവിടെ വേണമെന്ന് ആവശ്യപ്പെട്ട് ആ കോൾ അവൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. കേരളത്തിലേക്ക് ജോലിക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ട് സെൽവി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീടിന്റെ നടുക്കായിട്ട് 3 പേർക്ക് വിളമ്പി വെച്ച ഭക്ഷണം കാണാം. അതെല്ലാം അങ്ങനെ തന്നെ ഉപേക്ഷിച്ചാണ് സെൽവി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതും ആരും കാണാതെ. വഴിയിൽ വെച്ച് ഒരാൾ അവളോട് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അവള് പറയുന്നത് താനൊരു അമ്പലത്തിലേക്ക് പോവുകയാണെന്നാണ്. എന്നാൽ അവൾ ഓടി റോട്ടിലെത്തിയെങ്കിലും അവൾക്ക് ആ ബസ് മിസ്സായി. ആ സമയം ദൂരെയുള്ള ഒരു പള്ളിയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. അതോടുകൂടി സെൽവി പ്ലാൻ മാറ്റി. കേരളത്തിലേക്ക് പോകുന്നതിന് പകരം ഈ ആളുകളുടെ കൂടെ ആ പള്ളിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അവൾ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് വലിയ ഭയം കാണാം. അവൾ ഉടുത്തിരുന്ന സാരി മാറ്റി മറ്റൊരു സാരി ഉടുക്കാനായിട്ട് അവൾ ഒരു കാട്ടിലേക്ക് കയറി. എന്നാൽ കാടിന്റെ ഉള്ളിലേക്ക് ചെന്നതും ഒരു പന്നി വന്ന് അവളെ ആക്രമിക്കാൻ ആരംഭിച്ചു. പന്നിയെ പേടിച്ച് ഓടിയ സെൽവി അവസാനം കാൽ വഴുതി വലിയൊരു കിണറ്റിലേക്ക് വീണു. അതിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി അവളുടെ തല പൊട്ടുകയും ചെയ്തു. കഥ ഇവിടെ നിന്നും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഭർത്താവും 2 മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു സെൽവി. എന്നാൽ പെട്ടെന്നൊരു ദിവസം സെൽവിയുടെ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം മക്കളെ നോക്കണമെങ്കിൽ സെൽവിക്ക് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. അവൾ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കളുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണം. ഭർത്താവിന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർക്ക് 2 പേർക്കും ആ വീട്ടിൽ വന്ന് നിൽക്കാൻ സാധ്യമല്ല എന്ന് അവർ പറയുന്നു. അതിനുശേഷം സെൽവി സ്വന്തം അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛൻ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് സെൽവിയുടെ കൂടെ വന്നു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സെൽവിയുടെ ആങ്ങളെയും ഭാര്യയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സെൽവി പറയും, ആങ്ങളയുടെ അടുത്ത് അച്ഛൻ നിന്നോട്ടെ, കൃഷികാര്യങ്ങളെല്ലാം സഹായിക്കാൻ അത് മതിയാകുമല്ലോ, അമ്മയ്ക്ക് എന്റെ കൂടെ വന്ന് നിന്നുകൂടെ എന്ന് സെൽവി ചോദിക്കും. എന്നാൽ അച്ഛനെ വിട്ടുപോരാൻ അമ്മയും തയ്യാറല്ല. അവളോട് അവരുടെ കൂടെ വന്ന് നിൽക്കാനാണ് അവരാവശ്യപ്പെടുന്നത്. എന്നാൽ ഭർത്താവിന്റെ ഓർമ്മയുള്ള ആ വീട്ടിൽ നിന്നും കുട്ടികളുടെ പഠിപ്പ് മുടക്കി വേറൊരു നാട്ടിൽ പോയി താമസിക്കാൻ, അതായത് അവളുടെ സ്വന്തം നാടാണെങ്കിൽ പോലും അവിടേക്ക് തിരികെ വന്ന് താമസിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ എല്ലാവരോടും വഴക്കിട്ട് സെൽവി വീണ്ടും കുട്ടികളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോയി. കുട്ടികളെ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കാനായിരുന്നു അവളുടെ തീരുമാനം. എന്നാൽ അമ്മയെ വിട്ട് ഒരു ഹോസ്റ്റലിൽ പോയി ജീവിക്കാൻ ആ കുട്ടികൾ തയ്യാറായിരുന്നില്ല. അവർ വാശി പിടിച്ച് കരഞ്ഞിട്ടും അവസാനം സെൽവി ബോർഡിംഗ് സ്കൂളിലെ ബസ്സിൽ കയറ്റി അവരെ വിട്ടു. എന്നാൽ പാതി വഴിയെ പോയ ബസ് ആ കുട്ടികളുടെ കരച്ചിൽ കണ്ട് അവിടെ നിർത്തി. അങ്ങനെ അവസാനം ആ കുട്ടികളുടെ വാശിക്ക് മുമ്പിൽ സെൽവിക്ക് വഴങ്ങേണ്ടി വന്നു. മാത്രമല്ല കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് തന്റെ മക്കളുടെ പഠിപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ അവൾ ആരംഭിച്ചു. ഒരു ട്രാവൽ ഓഫീസിലാണ് അവൾ ജോലി ചെയ്തിരുന്നത്. ആ നാട്ടിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നെറ്റിയിൽ പൊട്ടു തൊടുക, ആഭരണങ്ങൾ ധരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലക്കുണ്ടായിരുന്നു. പൊതുവെ ഒരാർഭാടവും വിധവകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിധവകളായ സ്ത്രീകളെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കുമായിരുന്നു. ട്രാവൽ ഏജൻസിയിൽ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അവളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് വാങ്ങാൻ മടിയായിരുന്നു. അവളൊരു വിധവയാണ് എന്നുള്ളതാണ് അതിന് കാരണം. അവളോട് സഹതാപം തോന്നിയ ആ ഓഫീസിലെ മുതലാളി അവളോട് പറയും, നാളെ മുതൽ ഓഫീസിൽ വരുമ്പോൾ മാത്രം പൊട്ട് വെച്ചിട്ട് വരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ സെൽവി ചെയ്തു. അതോടുകൂടി ഓഫീസിൽ വരുന്ന ആളുകൾ അവളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് ഒരു മടിയും കൂടാതെ വാങ്ങാൻ ആരംഭിച്ചു. കുട്ടികളുടെ പഠിപ്പിനും മറ്റുമായിട്ട് അവൾ ഒരു ഫൈനാൻസിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നു. ആ കാശ് ഉപയോഗിച്ച് സെൽവി 2 മക്കളെയും കോളേജിൽ അയച്ച് പഠിപ്പിച്ചു. അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു ആ 2 മക്കളും നിന്നിരുന്നത്. അവരെ ഹോസ്റ്റലിലാക്കിയിട്ട് സെൽവി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് എത്തുന്നു. മക്കളില്ലാത്ത സമയത്തൊക്കെ സെൽവി ഒറ്റയ്ക്ക് നല്ല ആഹാരം ഒന്നും പാകം ചെയ്ത് കഴിക്കാൻ അവൾക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കട്ടൻ ചായ മാത്രമാണ് അവൾ കുടിച്ചിരുന്നത്. മക്കളോട് കൂടെ ഇരുന്ന് മാത്രമേ അവൾ നല്ല ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അവൾ ഒറ്റയ്ക്കായതോടുകൂടി അവൾക്ക് മിണ്ടാനും പറയാനും ആരുമില്ലാതായി. വീട്ടിലുണ്ടായിരുന്ന കറങ്ങുന്ന ഫാനിനെ നോക്കിയാണ് അവൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും കൂടാതെ സെൽവിയുടെ ജീവിതത്തിൽ മക്കൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ മോശം രീതിയിലായിരുന്നു കണ്ടിരുന്നത്. പല രാത്രികളിലും സെൽവിയുടെ വാതിലിന് പലരും വന്ന് മുട്ടിയിട്ടുണ്ട്. ഇവളുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞ് പൈസ വാഗ്ദാനം ചെയ്ത് അവരുടെ കൂടെ കിടക്കാൻ വരെ പലരും ക്ഷണിച്ചു. അങ്ങനെ നാട്ടുകാരിൽ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള അനുഭവമാണ് സെൽവിക്കുള്ളത്. എന്നാൽ ഇതൊന്നും തന്റെ മക്കളെ അവൾ അറിയിച്ചിരുന്നില്ല. അവളുടെ 2 മക്കളും കോളേജിലെ ഹോസ്റ്റലിലേക്ക് താമസം മാറിയതോടുകൂടി ആളുകളുടെ ശല്യം വീണ്ടും കൂടി. പല രാത്രികളിലും സെൽവി പേടിച്ചാണ് ഉറങ്ങിയിരുന്നത്. സെൽവിയുടെ സഹോദരന് ഒരാഗ്രഹമുണ്ടായിരുന്നു. സെൽവിക്ക് 2 ആൺമക്കളാണല്ലോ, അതിൽ ആരെങ്കിലും കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കണം. എന്നാൽ ആ പെങ്കൊച്ച് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ആൺമക്കൾക്കും അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സെൽവി വിധവാ പെൻഷനൊക്കെ വാങ്ങി തിരികെ വരുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു പ്രധാനി അവളോട് ചോദിക്കും, നീ എവിടെ പോയതാണെന്ന്. അവൾ പെൻഷൻ വാങ്ങാൻ പോയതാണെന്ന് പറഞ്ഞപ്പോ അയാള് അവളെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഭർത്താവ് ചത്തെങ്കിൽ എന്താ കുഴപ്പം, നിനക്ക് ചാകുന്ന വരെ പെൻഷൻ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ച് മരണം വരെ ഈ പെൻഷനും വാങ്ങി ജീവിക്കണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? ഞങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കാൻ പാടില്ലേ? അതിനുള്ള അവകാശവും നിയമവും ഒക്കെ ഈ നാട്ടിലുണ്ട്. അവൾ ഇതെല്ലാം പറഞ്ഞത് നിരന്തരം അവളെ ശല്യപ്പെടുത്തുന്ന അയാളുടെ വായ
വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതെല്ലാം മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് അവളുടെ വീടിനടുത്ത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ്. കുട്ടികളോടും സെൽവിയോടും സ്നേഹമുള്ള അയാൾ അവളോട് വന്ന് ചോദിച്ചു, നീ അത് ശരിക്കും പറഞ്ഞതാണോ? നിനക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടോ എന്ന് അവളോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു അധ്യാപകനുണ്ട്, അയാളുടെയും ഭാര്യ മരിച്ചതാണ്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആലോചിക്കാമെന്നും അയാൾ പറയുന്നു. എന്നാൽ സെൽവി പറയുന്നത്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ചെറുപ്പം മുതലേ പൊട്ടുവെക്കാനും കയ്യിൽ വളകളിടാനും മെഹന്തി ഇടാനും ഒക്കെ സെൽവിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചതോടുകൂടി ഇതെല്ലാം വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യത്തിനും അവൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. രാത്രിയിൽ വീട്ടിൽ എലിശല്യം കാരണം ലൈറ്റ് ഇട്ട് കിടന്നാൽ ചുറ്റുമുള്ളവര് വിചാരിക്കുന്നത് താൻ ആരെയോ വീട്ടിൽ വിളിച്ചു കയറ്റി എന്നാണ്. ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിൽ രാത്രിയിൽ എന്തിനാണ് ലൈറ്റ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇങ്ങനെ നിരന്തരം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിധവകളായ സ്ത്രീകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് സെൽവിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന ചിന്ത വന്നത്. എന്നാൽ തന്റെ മക്കൾ എന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇതിനെപ്പറ്റി ഒന്നും കൂടുതലായി ചിന്തിക്കാതെയും ആരോടും പറയാതെയും ഇരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയ അധ്യാപകൻ സെൽവിയുടെ മൂത്ത മകൻ ഭാസ്കറിനോട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കുന്നു. നിന്റെ അമ്മയ്ക്ക് ഞാൻ പറ്റിയൊരു വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മയ്ക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ അവൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല. നിന്നോട് സംസാരിക്കാനാണ് അവൾ പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടതോടുകൂടി ഭാസ്കറിന് ദേഷ്യമാണ് വന്നത്. അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ സെൽവിയോട് ഭാസ്കർ അധികം ഒന്നും മിണ്ടുന്നില്ല. നിനക്കെന്നോട് ദേഷ്യമാണോ എന്ന് സെൽവി അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എത്ര ചോദിച്ചിട്ടും ഭാസ്കർ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും അവൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, നിങ്ങളുടെ മുഖം ആദ്യം പോയി കണ്ണാടിയിൽ നോക്ക്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വാ. അവൾ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ആ കാര്യം കാണുന്നത്. അവൾ ഓഫീസിൽ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന നെറ്റിയിലെ പൊട്ട് എടുത്തു മാറ്റാൻ മറന്നിരിക്കുന്നു. വിധവയായ അമ്മ ആ നാട്ടിലെ ആചാരങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് വിചാരിച്ചാണ് ഭാസ്കർ ദേഷ്യപ്പെട്ടത്. തന്റെ മകന്റെ ദേഷ്യം കണ്ടതോടുകൂടി സെൽവി തനിക്കിനി വിവാഹമേ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. സെൽവിക്ക് ആ സമയത്ത് കേരളത്തിൽ ഒരു വീട്ടിൽ ജോലി കിട്ടുന്നുണ്ട്. സെൽവി അങ്ങനെ ജോലിക്ക് വേണ്ടി കേരളത്തിലേക്ക് പോയി. അമ്മയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം ഭാസ്കറിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അവൻ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സെൽവി പലതവണ അവനെ വിളിച്ചെങ്കിലും ഭാസ്കർ ഫോണൊന്നും എടുത്തില്ല. സെൽവി രണ്ടാമത് വിവാഹം കഴിക്കുമെന്നുള്ള ചിന്തയാണ് അവനെ കൂടുതൽ ദേഷ്യത്തിൽ ആഴ്ത്തിയത്. തന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ കാണാൻ അവന് പറ്റുമായിരുന്നില്ല. കേരളത്തിൽ അങ്ങനെ ജോലി ചെയ്തുണ്ടാക്കിയ കാശ് മുഴുവൻ അവളുടെ മക്കളുടെ കയ്യിലേക്ക് എത്തിക്കാൻ അടുത്ത വീട്ടിലെ മേഖലയുടെ കയ്യിലായിരുന്നു അവൾ അയച്ചു കൊടുത്തിരുന്നത്. അവളുടെ വിവാഹം 20-ാം വയസ്സിലാണ് കഴിഞ്ഞത്. മേഖലയാണ് ഭാസ്കറിന്റെ കയ്യിൽ കാശ് കൊണ്ടേ കൊടുക്കുന്നത്. എന്നാൽ ഒരു ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തപ്പോ അതിലൊരു നോട്ട് മറ്റേതോ രാജ്യത്തെയാണെന്ന് പറഞ്ഞ് ആ കടക്കാരൻ തിരികെ നൽകി. അവൻ ആ നോട്ട് എടുത്ത് പരിശോധിച്ചപ്പോ അതിൽ സെൽവി ഒരു പൊട്ടൊട്ടിച്ച് ഇങ്ങനെ എഴുതിയിരുന്നു, ഇത് വെറും ഒരു പൊട്ടല്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് എല്ലാത്തിനും, നീ നന്നായി പഠിക്ക്. ഈ പ്രായത്തിൽ അമ്മ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിനെ ഭാസ്കർ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ അമ്മയോടുള്ള ദേഷ്യമെല്ലാം പോയി. പിന്നീട് അവൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ പഠിപ്പെല്ലാം കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ട് IELTS കോച്ചിങ് സെന്റർ ആരംഭിച്ചു. സെൽവിയുടെ രണ്ടാമത്തെ മകൻ വിവേകിന് ചെറുപ്പം മുതലേ സന്ധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹമുണ്ട്. ഒരു ദിവസം ലീവ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയില്ല. ഉണ്ടായിരുന്നത് സ്ലീപ്പർ മാത്രമായിരുന്നു. അങ്ങനെ സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്ത് അവർ ബസ്സിൽ യാത്ര ചെയ്തു. ആ സെയിം ബസ്സിൽ തന്നെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ചെരുപ്പ് കിടക്കുന്ന കണ്ട് സംശയം തോന്നിയ ആ സ്ത്രീ അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മുകളിൽ സ്ലീപ്പർ കോച്ചിൽ നിന്ന് ആ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കൂടെ ഒരാൺകുട്ടിയും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ സന്ധ്യയെയും വിവേകിനെയും സ്ലീപ്പറിൽ ഒരുമിച്ച് കണ്ടതോടുകൂടി സന്ധ്യയുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയും അവളെ കുറെ തല്ലുകയും ചെയ്തു. ആ സമയം കേരളത്തിലെ ജോലിയൊക്കെ വിട്ട് സെൽവി വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. സന്ധ്യയുടെ വീട്ടുകാര് സെൽവിയുടെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി തന്റെ മകളുടെ പുറകെ നടന്ന അവന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. സെൽവി ഇതിനെപ്പറ്റി വിവേകിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സ്ലീപ്പറിൽ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നുള്ളത് സത്യമാണ്, അല്ലാതെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ബോർഡർ ലൈൻ ഞങ്ങൾക്കറിയാം. എക്സാമിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇഷ്ടത്തിലാണ്. വിവേകന്റെ ഇഷ്ടത്തിന് സെൽവി എതിർപ്പൊന്നും പറഞ്ഞില്ല. ഇതിനിടയിൽ സെൽവിയുടെ മൂത്ത മകൻ ഭാസ്കർ സെൽവിയെ വിളിക്കുന്നു. ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ തനിച്ചാണെങ്കിൽ ഒരു കട്ടൻ ചായ മാത്രമേ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണം. എന്നാൽ ഇന്നിപ്പോ വിവേക് ഉള്ളതുകൊണ്ട് നല്ല കറികൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അവൾ ഭാസ്കറിനോട് പറയുന്നു. അമ്മയുടെ തനിച്ചുള്ള ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഭാസ്കർ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അമ്മയ്ക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ടതും സെൽവി ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി താൻ അങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്. ഇത് കേട്ട് ഭാസ്കർ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അവനായിട്ടിപ്പോ തിരികെ അവളോട് വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നു. അവള് പറഞ്ഞു, തനിക്ക് 43 വയസ്സായി, മുടിയൊക്കെ നരച്ചു തുടങ്ങി. ഇനി ഈ പ്രായത്തിലൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്തു പറയും? എന്നാൽ ഇതിനെപ്പറ്റിയൊന്നും അമ്മ ഒന്നും ചിന്തിക്കേണ്ട എന്നാണ് ഭാസ്കർ പറയുന്നത്. എന്നാൽ വിവേക് എങ്ങനെയെങ്കിലും ഭാസ്കറിനെ കെട്ടിച്ചിട്ട് വേണം അവനും സന്ധ്യയുമായുള്ള കല്യാണം നടത്താൻ. അതിനുള്ള തീരുമാനം എടുക്കാനാണ് അവൻ അമ്മയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഭാസ്കർ പറയുന്നത്,
സെൽവി ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് മാത്രമേ അവൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ്. സെൽവി വിവാഹം കഴിച്ചില്ലെങ്കിൽ മൂത്ത മകൻ ഭാസ്കർ വിവാഹം കഴിക്കില്ലെന്നാണ് അവൻ ഉറപ്പിച്ചു പറയുന്നത്. ഭാസ്കറിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ വിവേകിന്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് സെൽവി ഒരു തീരുമാനമെടുത്തു. തൽക്കാലം കല്യാണത്തിന് സമ്മതിക്കാം. ഭാസ്കറിന് വേണ്ടി ഒരു പെണ്ണ് ആലോചിക്കാൻ ബ്രോക്കറിന്റെ അടുത്ത് പോയി അവന്റെ ഫോട്ടോയും കൊടുത്തു. എന്നിട്ട് ഭാസ്കറിനോട് അവൾ പറയുന്നു, നീ ആദ്യം പോയി പെൺകുട്ടികളെ കാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളോട് നിന്റെ അമ്മയുടെ വിവാഹകാര്യം പറ. അവരത് ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം താൻ വിവാഹം കഴിക്കാമെന്ന് സെൽവി പറയുന്നു. ഇത് ശരിക്കും ഭാസ്കറിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സെൽവി വെറുതെ പറയുന്നതാണ്. കാരണം ഒരിക്കലും ഭർത്താവിന്റെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ഒരു പെണ്ണും സമ്മതിക്കില്ല. ആ ഒരു വിശ്വാസത്തിലാണ് സെൽവി ഭാസ്കറിന് ഈ വാക്ക് കൊടുക്കുന്നത്. എന്നാൽ ഭാസ്കർ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അവൻ പെണ്ണ് കാണാൻ പോയി. വന്ദന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവിടെ എത്തിയതും അവളുടെ പേരൻസ് ഒരു യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലായി. ഇവനെ കണ്ടപാടെ ആദ്യ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ് അവര് വീഡിയോ എടുക്കാൻ തുടങ്ങി. വന്ദനയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് അവളുടെ പേരൻസ് ഇങ്ങനെയാണ്, കാണുന്നതെല്ലാം കണ്ടന്റ് ആക്കും. ഇതെല്ലാം കണ്ടിട്ട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ വന്ദന പറയുന്നത് അവനിപ്പോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആദ്യം ഷൂട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ അപ്ലോഡ് ചെയ്യും. അത് മതി അവന്റെ മാനം പോകാനായിട്ട്. അതുകൊണ്ട് നീ എതിർപ്പ് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവൻ അമ്മയുടെ കാര്യം അവളുടെ അടുത്ത് പറയുന്നു. ഈ പെണ്ണ് കാണുന്ന ചടങ്ങിന് വന്ദനയ്ക്കും ഭാസ്കറിനും ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇവർ രണ്ടുപേരും പെണ്ണ് കാണാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു കരാറിലെത്തുന്നു. വന്ദനയുടെ വീട്ടുകാരോട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അവർ ആ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുകയും അത് അമ്മ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ അമ്മയുടെ കല്യാണം നടത്തുകയും ചെയ്യാം. അതിനുശേഷം ഈ കരാർ അവസാനിപ്പിച്ച് അവർക്ക് അവരുടെ വഴിയിലേക്ക് തിരികെ പോവുകയും ചെയ്യാം. വന്ദനയെയും ഇനി അധികം വീട്ടുകാര് കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുകയുമില്ല. കുറച്ചു നാളത്തേക്ക് അവൾക്കും രക്ഷപ്പെടാം. വന്ദന അതിന് സമ്മതിച്ചു. എന്നാൽ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആദ്യം അമ്മയുടെ വിവാഹം എതിർത്തിട്ട് ഇപ്പോഴാണ് അമ്മയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് ഭാസ്കർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം തനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ കോയമ്പത്തൂരിൽ ജോലിക്ക് ആവശ്യമായിട്ട് വന്ന സമയത്ത് കുറച്ച് നാൾ അമ്മയെ അവന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവന് CCTVയിൽ കാണാമായിരുന്നു. ആരോടും സംസാരിക്കാനില്ലാതെ അമ്മ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. പൂച്ചക്കുട്ടിയോടും മുകളിൽ കറങ്ങുന്ന ഫാനിനോടും ഒക്കെയായിരുന്നു അമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് അമ്മയുടെ ഒറ്റപ്പെടൽ ശരിക്കും മനസ്സിലായി. ഒരു ദിവസം ഒരു കെണിയിലകപ്പെട്ട ഒരു എലിയെ ക്യാമറയിലൂടെ അമ്മ എന്നെ കാണിച്ചു തന്നു. എന്നാൽ ഞാൻ കണ്ടത് കൂട്ടിലകപ്പെട്ട ഒരു എലിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അതിലും വലിയൊരു കൂട്ടിലകപ്പെട്ട മറ്റൊരു വലിയ എലിയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ നയിക്കുന്നത് ഒരു ജയിൽ ജീവിതം തന്നെയാണെന്ന് അവന് മനസ്സിലായി. അമ്മയെ ഭാസ്കർ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചതും ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് വിവേക് പ്രശ്നമുണ്ടാക്കി. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചാൽ വലിയ പ്രശ്നമുണ്ടാകും. നമ്മുടെ കല്യാണത്തിന് അത് ബാധിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ തർക്കങ്ങൾ നടന്നു. തല്ലുണ്ടായി. ഒരു വിധത്തിലാണ് ഭാസ്കർ വിവേകിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ വിവേക് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ വിവേകിനോടുള്ള ദേഷ്യം കാരണം സെൽവി കടമെടുത്ത ഫിനാൻസിലെ ആൾക്കാരെ കൊണ്ട് സെൽവിയുടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പെരുമാള് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ കടം കൊടുക്കാനുള്ളവളാണെന്നുള്ള രീതിയിൽ വലിയ അക്ഷരത്തിലെല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. എന്നാൽ സെൽവി വന്ന് അവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചുവിട്ടു. എന്നാൽ ഇതിന്റെ എല്ലാ ഇടയിൽ കൂടി സെൽവിയുടെ സഹോദരൻ തന്റെ മകളെ എങ്ങനെയെങ്കിലും ഭാസ്കറിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് അവർ വന്നു. ഭാസ്കർ എന്നാൽ ഒഴിഞ്ഞു മാറുവാണ്. ഭാസ്കറിന് താല്പര്യമില്ലെങ്കിൽ ഇളയവൻ കെട്ടട്ടെ എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടി എന്തിനാണ് ഇപ്പോൾ കെട്ടിക്കുന്നതെന്നാണ് അവർ രണ്ടുപേരും ചോദിക്കുന്നത്. എന്നാൽ അയാൾ ഇതൊന്നും കേൾക്കുന്നില്ല. ഈ നാട്ടിൽ 18 വയസ്സ് തികയുന്നവരെ പെൺകുട്ടികൾ നിർത്താറേയില്ല. ഇതിനു മുമ്പേ തന്നെ കെട്ടിച്ചുവിടും. നീ ഞങ്ങളെ ഒന്നും ഭരിക്കാൻ വേണ്ടി വരണ്ട. ഈ നാട്ടിലെ ആചാരങ്ങളൊക്കെ നീ അങ്ങ് ചെയ്താൽ മതി. ഈ രീതിയിലാണ് അയാൾ ഇവരോട് സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും സമ്മതിക്കാത്തത് കൊണ്ട് അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. സന്ധ്യ വിവേകിനോട് തങ്ങളുടെ കല്യാണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തനിക്കിനി അധികം നാളെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ അതൊന്നും പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് വിവേക് തീർത്തു പറഞ്ഞു. അമ്മയുടെ വിവാഹം കഴിയണം, അതിനുശേഷം ചേട്ടന്റെയും. അതിനുശേഷം മാത്രമേ നമ്മുടെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് അവൻ തീർത്തു പറയുന്നു. അങ്ങനെ അവർക്കിടയിലും വഴക്കുണ്ടായി. വന്ദനയുടെ വീട്ടുകാരും വന്ദനയും ഭാസ്കറും തമ്മിലുള്ള ഡീലിനെ പറ്റി സന്ധ്യ മനസ്സിലാക്കുന്നു. അതിവർ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് ഭാസ്കർ അമ്മയോട് പറയുന്നതാണ്, അമ്മയുടെ വിവാഹം നടക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നവൻ തീർത്തു പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടുകൂടി സെൽവിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. താൻ കാരണം 2 മക്കളുടെയും ജീവിതം പാഴായി പോകുമെന്ന ചിന്തയും. രാത്രിയിൽ ഭാസ്കർ വേഗം സെൽവിയോട് പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും അമ്മയോട് റീമാരേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വേറെ ആരെയാണ് അമ്മ ഭയപ്പെടുന്നത്? അന്ന് സെൽവിയോട് വളരെ അധികം വഴക്കിട്ട ശേഷമാണ് ആഹാരം പോലും കഴിക്കാതെ ദേഷ്യപ്പെട്ട് ആ കുട്ടികൾ രണ്ടുപേരും ഇറങ്ങിപ്പോയത്.
സെൽവിക്കും ആകെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ആ ദേഷ്യത്തിൽ തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കാനും കുട്ടികളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവൾ കേരളത്തിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആ രാത്രിയിൽ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് വണ്ടി കിട്ടാത്തത് കൊണ്ട് അവൾ തിരികെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ സാരി മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവളെ പന്നി ആക്രമിക്കുന്നതും അവൾ കിണറ്റിൽ വീഴുകയും ചെയ്തത്. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെങ്കിലും കുറെ നേരമായിട്ടും രണ്ടു മക്കളും അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവരടുത്ത വീട്ടിലെ മേഖലയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഗർഭിണിയായിരുന്ന മേഖല വളരെ കഷ്ടപ്പെട്ടാണ് സെൽവിയുടെ വീട്ടിലെത്തുന്നത്. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. വിളമ്പി വെച്ച ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്. അത് എലിയെല്ലാം തിന്ന് ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. സെൽവി അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അവൾ ആ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് അവർക്ക് രണ്ടുപേർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനിടയിലാണ് സെൽവി ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാകുന്നത്. പന്നിയുടെ ആക്രമണത്തിൽ അവൾ നിലവിളിക്കുന്നത് ആ വഴി വന്ന ഒരു സ്ത്രീ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ആ സംഘം ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം ആ പഴയ കിണറ്റിനരികിലെത്തി. അങ്ങനെ അവരാണ് സെൽവിയെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അമ്മയുടെ അവസ്ഥ കണ്ട രണ്ടു മക്കളും ആകെ സങ്കടത്തിലായി. അമ്മയെ ഇനി ഒന്നിനും നിർബന്ധിക്കില്ല എന്നവർ തീരുമാനിച്ചു. എന്നാൽ ഇവിടെ വിവേകനുള്ള ദേഷ്യം കാരണം അവന്റെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയതും ചുവരിലെല്ലാം എഴുതി വെച്ചതെല്ലാം കണ്ട് ദേഷ്യം വന്ന സന്ധ്യ തന്റെ വീട്ടിൽ അവൾ പ്രശ്നമുണ്ടാകാൻ ആരംഭിച്ചു. സ്വന്തം വീട്ടിൽ ചുവരിലെല്ലാം പെയിന്റ് കൊണ്ട് തന്റെയും വിവേകിന്റെയും പേരെല്ലാം അവൾ എഴുതി വെച്ചു. അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം മേഖലയുടെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന കെട്ടിടത്തിൽ നിന്നും താഴത്തേക്ക് വീണ് മരിച്ചു. ആ സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. ഭർത്താവിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 20ാമത്തെ വയസ്സിലും. സെൽവിക്ക് ഇതെല്ലാം വലിയ ഷോക്കായിരുന്നു. കാരണം സെൽവി 24ാമത്തെ വയസ്സിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ടത്. മേഖലയ്ക്ക് 20 വയസ്സായിട്ടുള്ളൂ. ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് പ്രസവ വേദനയായിട്ട് മേഖലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മേഖലയുടെ അവസ്ഥ എല്ലാം കണ്ട് സെൽവി ആകെ തകർന്നിരിക്കുകയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കുട്ടികൾ അവളോട് ചോദിച്ചു. സെൽവി തന്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി മേഖലയെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഈ നാട്ടിലുള്ള ആളുകൾ ഒരു സമാധാനവും തരില്ല. ആ ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അവൾ ഇനി കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഭാസ്കർ പറയുന്നത് മേഖലയ്ക്ക് ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റും. അവൾക്കിനി ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ നാട്ടിലുള്ള ആളുകൾ സമ്മതിക്കാത്തത് കാരണം അതും നടക്കാൻ പോകുന്നില്ല. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിനെല്ലാം മാറ്റം വരത്തുള്ളൂ. അമ്മ ഇപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമാകും. ആളുകൾക്കെല്ലാം ഈ കാര്യത്തിലുള്ള ചിന്ത മാറും. അമ്മയുടെ ചുവട് പിടിച്ച് മേഖലയും നല്ലൊരു ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു തുടക്കമായിട്ട് അമ്മ ഇതിന് സമ്മതിക്കണം. അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് ചെയ്യാനുള്ളത് അമ്മ ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ടാകും. ഭാസ്കർ പറയുന്ന കേട്ട് കാര്യങ്ങളെല്ലാം ചിന്തിച്ചു നോക്കിയപ്പോ സെൽവിക്കും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ആരെങ്കിലും ഒരാൾ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ആദ്യം മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. എന്നാൽ മാത്രമേ പിന്നീട് വരുന്നവർക്ക് ഒരു മാതൃകയാകാൻ അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യമാക്കാൻ കഴിയൂ. അങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചോടുകൂടി രണ്ടു കുട്ടികൾക്കും വളരെ സന്തോഷമായി. അങ്ങനെ അവർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായി. ബ്രോക്കറിനെ കണ്ട് അമ്മയുടെ ഫോട്ടോ ഭാസ്കറിന് കൊടുക്കുന്നു. പക്ഷെ മറ്റാരോട് ഇതിനെപ്പറ്റി ഒന്നും പറയരുതെന്നും അവൻ പറയുന്നു. കാരണം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. സെൽവിയുടെ വീട്ടുകാരെയും ഇതിനെപ്പറ്റി ഒന്നും അറിയിച്ചിട്ടില്ല. പല ആളുകളെയും പോയി കണ്ടെങ്കിലും സെൽവിക്കും കുട്ടികൾക്കും പലരെയും ഇഷ്ടപ്പെട്ടില്ല. പല ആളുകളെയും ഭാസ്കറിനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒടുവിൽ സെൽവിയുടെ ഫ്രണ്ട് റാണി അവളുടെ വീടിനടുത്തുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ മരിച്ചതാണ്. ഒരു മകളുണ്ട്. ആ മകളുടെ വിവാഹം കഴിഞ്ഞതാണ്. വീട്ടിൽ ഒരു മുത്തശ്ശിയുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇയാളാണ് നോക്കുന്നത്. ഏഴുമല എന്നായിരുന്നു അയാളുടെ പേര്. വീട്ടിലെത്തി അയാളെ കണ്ടപ്പോൾ തന്നെ സെൽവിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ നല്ല രീതിയിൽ ആഹാരമൊക്കെ പാകം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. തന്റെ വൈഫിന് വേണ്ടി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ അയാൾ ആവുന്നത്ര പരിശ്രമിച്ചിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും അയാൾ ആ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വൈഫിന്റെ മരണശേഷം അയാളും കുറെ കാലം ഒറ്റയ്ക്കായിരുന്നു. കരിമ്പ് വെട്ടാണ് അയാൾക്കിപ്പോ ജോലി. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നു. സെൽവിക്കും ഏഴുമലയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് സെൽവി തിരിച്ചറിഞ്ഞു. വിവാഹം കഴിഞ്ഞാലും തന്റെ മുത്തശ്ശിയുടെ കാര്യമെല്ലാം ഏഴുമല നോക്കിക്കൊള്ളാമെന്ന് അയാൾ പറയുന്നു. മാത്രമല്ല ഈ കാര്യം കുട്ടികളോട് പറയുകയും ചെയ്യണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും തന്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് താനൊരു വിവാഹം കഴിക്കുന്നതെന്ന്. അങ്ങനെ ഏഴുമലയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വിവാഹത്തിന് സമ്മതമാണെന്ന് ഏഴുമലയോടും തന്റെ മക്കളോട് സെൽവി പറയുന്നു. ഏഴുമലയെ കണ്ട ശേഷം സെൽവി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ കുടുംബത്തിലുള്ള ആളുകളെ എല്ലാം കൂട്ടി സെൽവിയുടെ വീട്ടിലേക്ക് ഏഴുമല വന്നു. കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. എന്നാൽ ഭാസ്കർ അവരോട് പറയുന്നത് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊന്നും തീരുമാനിക്കണ്ട. കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പതിയെ മതി. ഇന്നിപ്പോ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ. ഇത് കേട്ടതും ഏഴുമല ആകെ വല്ലാതെയായി. എന്നാലും ഏഴുമല പറയുന്നു സാരമില്ല, നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. എന്നാൽ അന്ന് വൈകുന്നേരം ഏഴുമലയെ കണ്ട് ഭാസ്കർ സംസാരിക്കുന്നുണ്ട്. രാവിലെ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് അയാൾ ക്ഷമയും ചോദിക്കുന്നു. കല്യാണത്തിന്റെ ഡേറ്റിനെ പറ്റിയോ കല്യാണം ഉറപ്പിച്ചോ എന്നുള്ളത് ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ആ തട്ട് മാറ്റാതിരുന്നത്. ഒരുപക്ഷെ വീട്ടുകാരറിഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടുകാരറിയും. നാട്ടുകാരറിഞ്ഞാൽ തടസ്സമായിട്ട് ഒരുപാട് പേര് വരും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം വിവാഹത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഭാസ്കർ അവന്റെ വല്യമ്മയുടെ അടുത്ത് പോയിരുന്നു. വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മയുടെ മൂത്ത ചേച്ചി. അവര് പെരിയമ്മ എന്ന്
വിളിക്കും. എന്നാൽ പെരിയമ്മ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്, മാത്രമല്ല എതിർക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവര് സെൽവിയുടെ സഹോദരന്റെ അടുത്തും ഇപ്പോൾ പോയിട്ടുണ്ടാകും. ഇപ്പോൾ ഈ കല്യാണം തീരുമാനിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നമുണ്ടാക്കാൻ വരും. അതുകൊണ്ട് ആ ഡേറ്റിനെ പറ്റിയോ മുഹൂർത്തത്തെ പറ്റിയോ ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് കല്യാണം നാളെ രാവിലെ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ടത് ഏഴുമല ഒരുപാട് സന്തോഷത്തിലായി. ആ നിമിഷം മുതൽ ഏഴുമലയെ അപ്പ എന്നാണ് അവൻ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഏഴുമല അവരെ സ്വന്തം മക്കളായിട്ടും കാണാൻ ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ കല്യാണം നടത്താനുള്ള ഏർപ്പാടുകളെല്ലാം ഒരു പൂജാരിയെ കണ്ട് ഭാസ്കർ ഏർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം പെരുമാൾ എന്നൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അയാൾ വിചാരിക്കുന്നത് ഭാസ്കറിന്റെ സഹോദരൻ വിവേകും സന്ധ്യയും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഭാസ്കർ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. സന്ധ്യയുടെ വീട്ടിൽ പോയി അയാൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ സന്ധ്യ പറയുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നെ പൂട്ടിയിട്ടോളാനാണ് അവൾ പറയുന്നത്. വിവേകുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചതാണ്, എനിക്കിനി പഠിക്കണം, തനിക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളെന്ന് അവൾ തീർത്തു പറഞ്ഞു. വിവേകും സന്ധ്യയുമായിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ ഒളിച്ചോട്ടം അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഭാസ്കർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? പെരുമാളിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഒടുവിൽ പെരുമാള് ആ സത്യം മനസ്സിലാക്കി. സെൽവിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഭാസ്കർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദേഷ്യത്തിൽ അയാൾ ഭാസ്കറെ വിളിക്കുന്നു. നിന്റെ അമ്മയുടെ കല്യാണം നടത്താനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അയാൾ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കൂട്ടുന്നുണ്ട്. വിധവയായ ഒരു സ്ത്രീ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ്. അവളെങ്ങാനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളെ വേണ്ടായെന്ന് തോന്നിയാൽ ഡിവോഴ്സ് ചെയ്ത് വേറൊരാളെ വിവാഹം കഴിക്കാൻ അവർ തയ്യാറാകും. അതുകൊണ്ട് സെൽവിയുടെ വിവാഹം എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ്, അതായത് സെൽവിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സഹോദരനും ഭാര്യയും സെൽവിയുടെ അമ്മയും അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള അവൾ ഇങ്ങനൊരു വിവാഹം നടക്കാൻ പാടില്ല എന്നും നീ അതിന് സമ്മതിക്കരുതെന്നും സെൽവിയോട് പറയുന്നു. ഭർത്താവ് മരിച്ചിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിന്റെ കാമം തീർന്നില്ല എന്നാണ് സെൽവിയോട് അവളുടെ അമ്മ ചോദിക്കുന്നത്. ദേഷ്യം വന്ന് സെൽവി തിരിച്ചു ചോദിക്കുന്നത്, അന്ന് എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നിരുന്നു. അമ്മയുടെ കല്യാണം കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞു. എന്നിട്ടും അമ്മയുടെ കാമം തീരാത്ത കൊണ്ടാണോ അമ്മയുടെ ഭർത്താവിനെ വിട്ട് എന്റെ കൂടെ വന്ന് നിൽക്കാതിരുന്നത്? സെൽവി ഇത് പറഞ്ഞതോടുകൂടി അവർക്കെല്ലാം സെൽവിയോട് ദേഷ്യം വന്നു. സെൽവിയുടെ സഹോദരൻ അവൾ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി അവളെ കൊല്ലാൻ പോലും തയ്യാറായി. അവിടെ ഉണ്ടായിരുന്ന തയ്യൽ മെഷീനിലെ ആ കയറെടുത്ത് അവളുടെ കഴുത്ത് നെരിച്ചു കൊല്ലാൻ വേണ്ടി അവൾ ശ്രമിച്ചു. അവളുടെ അമ്മയും അവളുടെ നാത്തൂനും അതിന് കൂട്ടുന്നു. പുറത്തേക്ക് സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ അവർ പോയി വാതിലും ജനലും എല്ലാം അടച്ചു. എന്നാൽ ആ സമയത്താണ് മേഘല അവിടേക്ക് വന്നത്. വാതിലിൽ മുട്ട് കേട്ടതോടുകൂടി അവർ പേടിച്ച് വാതിൽ തുറന്നു. സെൽവി എവിടെയെന്ന് ചോദിച്ചപ്പോ അവൾ ചത്തുപോയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ സെൽവി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ അവശ നിലയിലായിരുന്നു. ആ നാട്ടിലെ ആളുകൾ മേഖലയെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിധവയായ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നും അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവളെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അന്ന് രാത്രി നാട്ടിലെ ആളുകൾ പലരും ഭാസ്കറിനെയും വിവേകിനെയും അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു. ആ പെരുമാൾ പോയി ഏഴുമലയുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവരാരും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. ഭാസ്കർ വിവേകും ചേർന്ന് അമ്മയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. നാട്ടുകാർ പ്രശ്നമുണ്ടാക്കും എന്നറിഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസുകാര് അതിനൊന്നും തയ്യാറായിരുന്നില്ല. അമ്മയുടെ സഹോദരൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് ഭാസ്കർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭാസ്കർ ഇതിനെപ്പറ്റി ഒന്നും സെൽവിയോട് ചോദിച്ചിട്ടില്ല. തന്റെ മക്കൾ എന്താണ് ഇതിനെപ്പറ്റിയും തന്നോട് സംസാരിക്കാത്തതെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു സെൽവി. പക്ഷെ അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീടിനുള്ളിൽ വിവാഹത്തിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയിലാണ് അവരമ്മയോട് പറയുന്നത് നാളെ രാവിലെയാണ് അമ്മയുടെ കല്യാണമെന്ന്. ഇത് കേട്ടതും സെൽവി ആകെ ടെൻഷനിലായി. ഇത്രയും ദിവസം വിവാഹം കഴിക്കണമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് നാളെ രാവിലെയാണ് വിവാഹം എന്ന് കേട്ടതോടുകൂടി സെൽവിക്ക് ആകെ സങ്കടവും പേടിയെല്ലാം വരുന്നു. അവൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും സെൽവി ചിന്തിക്കുന്നത് നാളെ താൻ വിവാഹം കഴിഞ്ഞ് ഏഴുമലയുടെ വീട്ടിൽ പോയി ജീവിക്കണമല്ലോ, മക്കളെ ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റത്തുള്ളല്ലോ എന്നൊക്കെയാണ്. കുട്ടികൾ ഒറ്റയ്ക്ക് ആഹാരം പാകം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അവൾ ചിന്തിച്ചു കൂട്ടി. എന്നാൽ സെൽവി ഇതെല്ലാം ഓർത്ത് കരയുമ്പോൾ 2 മക്കളും അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ഇവരെല്ലാം റെഡിയായി അമ്പലത്തിലേക്ക് എത്തുന്നു. എന്നാൽ പെരുമാളും കൂട്ടരും അമ്പലത്തിലെ പൂജാരിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലം പൂട്ടിക്കിടക്കുകയാണ്. എന്തായാലും അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും ഏഴുമലയും കൂട്ടരും അവിടേക്ക് എത്തി. അപ്പോഴാണ് സെൽവിക്ക് കുറച്ച് സമാധാനം തോന്നിയത്. പൂജാരി ഇല്ലെങ്കിലും അവിടെ വെച്ച് താലി കെട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു അവർ. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പെരുമാളും കൂട്ടരും അവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് വന്നു. അവർ വടിയും വാളുമെല്ലാം ആയിട്ട് ഇവരുടെ നേരെ ചാടി. ആളുകളെല്ലാം ആക്രമിക്കാൻ വന്നപ്പോഴേക്കും അവർക്ക് മുകളിലൂടെ 3 ഡ്രോണുകൾ പറന്നു. അത് ഭാസ്കറിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. വന്ദനയുടെ അമ്മയും അച്ഛനും ചേർന്നിട്ട് അവരുടെ കുറച്ച് ആളുകളെയും കൂട്ടി യൂട്യൂബ് ചാനലിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ചാനലിലൂടെ കാണുമെന്ന് ആൾക്കാർക്കെല്ലാം മനസ്സിലായതോടുകൂടി അവർ പേടിക്കാൻ തുടങ്ങി. അവർ വിചാരിക്കുന്നത് ഇത് ന്യൂസ് ചാനലിൽ നിന്ന് വന്ന ആളുകളാണെന്നാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വന്ന സമയത്ത് പോലീസുകാർ ഇതുപോലുള്ള ഡ്രോൺ ഉപയോഗിച്ച്
ആളുകളെ നിരീക്ഷിച്ചിരുന്നു. ഇതെല്ലാം അവർ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് അവരാകെ പേടിച്ചു. കൂടാതെ വിവാഹം തടഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം തടവും, വിവാഹം കഴിക്കാൻ വന്ന ദമ്പതികളെ ആക്രമിക്കുകയാണെങ്കിൽ 7 വർഷം വരെ തടവ് കിട്ടാമെന്ന് വന്ദനയും വന്ദനയുടെ അമ്മയും പറഞ്ഞതോടുകൂടി അവരെല്ലാം പേടിച്ചവിടെ നിന്ന് ഓടി. അവസാനം ആ പെരുമാൾ തനിച്ചായി. ഏഴുമല മുന്നോട്ട് വന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് വാങ്ങി കരിമ്പ് വെട്ടുന്ന പോലെ വെട്ടിക്കളഞ്ഞു. അതും കണ്ടതോടുകൂടി പെരുമാളും പേടിച്ചോടി. വീഡിയോ വൈറലായതോടുകൂടി പോലീസുകാരും അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏഴുമല സെൽവിയുടെ കഴുത്തിൽ താലി കെട്ടി. മൂവിയുടെ അവസാനം യഥാർത്ഥ ഏഴുമലയെയും സെൽവിയെയും കാണിക്കുന്നുണ്ട്. ഈ കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. സെൽവിയുടെ വിവാഹം ഒരുപാട് പെൺകുട്ടികൾക്ക്, അതായത് ചെറുപ്രായത്തിലെ വിധവകളായി മാറിയ പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമായി മാറി. അവർക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്, അവരുടെ ജീവിതം അവസാനിച്ചിട്ടില്ല എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഭർത്താവ് മരിച്ച മേഖലയും വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഭാസ്കറും വിവേകും തിരിച്ചെത്തുമ്പോൾ അവരെ കൂട്ടാനായിട്ട് ഏഴുമല അവിടെ നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് അവരുടെ ആ വീട്ടിലേക്ക് തന്നെയാണ്. അവർ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതും കാണിച്ച് ആ സിനിമ അവസാനിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏഴുമലയുടെ വീട്ടിലേക്ക് അല്ല സെൽവിയെ കൂട്ടിക്കൊണ്ടുപോയത്, പകരം ഏഴുമല അവരുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. കൂടെ അയാളുടെ പാട്ടിയെയും, അതായത് അയാളുടെ മുത്തശ്ശിയെയും അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെയും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല സിനിമയുമായിട്ട് ഞാൻ വീണ്ടും വരാം.